മക്കളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു നൈസ് ടേസ്റ്റി ആയിട്ടുള്ളൊരു രസകരമായിട്ടൊരു രസത്തിൻ്റെ റെസിപ്പിയാണ്. കണ്ടില്ലേ, നല്ല ഗ്ലാസ് പോലിരിക്കുന്ന രസം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ചോറ് കഴിക്കാനും വെറുതെ കുടിക്കാനും ഒക്കെ നല്ലതാണ്. നമുക്ക് പനിയുള്ള സമയത്തൊക്കെ ഇങ്ങനൊരു രസം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. ഇങ്ങനെ രസം കൂട്ടി ചോറ് കഴിക്കാൻ കേട്ടോ. ഒരു തവണയെങ്കിലും ഇങ്ങനെ രസം ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും നമുക്ക് ഇതേ രീതിയിൽ രസം ഉണ്ടാക്കി തരാൻ വീട്ടിലുള്ളവരെല്ലാവരും ആവശ്യപ്പെടും. അതിനായിട്ട് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ കുരുമുളക് കൂടുതൽ ചേർക്കും കേട്ടോ. 2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 3 വറ്റൽമുളക്. ഇതെല്ലാം കൂടി നമുക്ക് തരിതരിപ്പോടുകൂടി പൊടിക്കരുത്. അധികം അങ്ങ് പൊടിച്ചാൽ ഇതിൻ്റെ രീതി മാറും. അപ്പോൾ തരിതരിപ്പോടുകൂടി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അതിന് മിക്സിക്കകത്തോട്ടിട്ട് നമ്മളിതൊന്ന് പൊടിക്കാൻ, അതിൻ്റെ വറ്റൽമുളകിൻ്റെ ഞെടുപ്പും കളഞ്ഞ് നമ്മൾ ഇതൊന്ന് നൈസായിട്ട് പൊടിയാതെ തരിതരിപ്പോടുകൂടി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് തരിതരിപ്പോടുകൂടി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേ രീതിയിലായിരിക്കണം കേട്ടോ. പൊടിഞ്ഞു പോയാൽ കറിയുടെ രീതി മാറും. പിന്നെ ഇതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളി ഒരു 10-12 എണ്ണം ഉണ്ട്. അത് നമ്മൾ ആദ്യം അമ്മിക്കല്ലിലിട്ട്, ഇപ്പോൾ അമ്മിക്കല്ലൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ ഇടികല്ലിലിട്ടാണ് ചതയ്ക്കുന്നത്. പിന്നെ അതൊന്ന് ചതതിന് ശേഷം നമ്മൾ ഒരു കുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിനകത്തോട്ട് നമ്മളങ്ങ് ചതച്ചെടുക്കുകയാണ്. മിക്സിക്കകത്തിട്ട് ചതച്ചാൽ ഇങ്ങനെയുള്ളൊരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേ ഇതിൽ ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ വറ്റൽമുളക് 2-3 വറ്റൽമുളക് ഇട്ടു. കറിവേപ്പിലയും ആവശ്യത്തിന് ചേർത്തു. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന തരിതരിപ്പോട് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കുരുമുളക് കൂട്ടും ഇട്ട് കൊടുത്ത് ഇതിനകത്തിട്ട് അങ്ങ് മൂപ്പിക്കുന്നുണ്ട്. നമ്മളിത് പൊടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെർഷൻ അങ്ങ് മാറും ഈ കറിയുടെ കേട്ടോ. പിന്നെ കുറുകുറാന്നായിപ്പോവും. അത് മൂത്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നല്ല വെന്ത് മൂക്കുകയേ ചെയ്യാവുള്ളൂ. വെന്ത് മൂക്കണം, നല്ല ക്രിസ്പി ആവരുത്. ക്രിസ്പി ആയാൽ ഈ കറിയുടെ രീതി അങ്ങ് മാറും. അപ്പം നമ്മളിതിനകത്തിട്ട് നന്നായിട്ട് വെന്ത് മൂപ്പിച്ച് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കില്ല കേട്ടോ. ഈ കറിയുടെ പ്രത്യേകത അതാണ്. അപ്പം ഈ കറി അങ്ങ് കുറുകിപ്പോകും. പിന്നെ ടേസ്റ്റിനും നല്ലൊരു ടേസ്റ്റും കിട്ടും ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇതെല്ലാം മൂത്തതിന് ശേഷം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഇതിലേക്ക് 3/4 ടീസ്പൂണോളം നമ്മൾ കായവും ചേർക്കുന്നുണ്ട്. കായത്തിൻ്റെ ടേസ്റ്റും വെളുത്തുള്ളി കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണമല്ലോ നമുക്ക് രസത്തിനെങ്കിൽ, അല്ലേ ആ രസത്തിനൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് നല്ല പഴുത്ത നാടൻ തക്കാളി കേട്ടോ, നല്ല ജ്യൂസി ആയിട്ടുള്ള ഇത് നമ്മൾ ഇട്ടങ്ങ് ഇളക്കി അങ്ങ് വേവിക്കത്തില്ല കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ ഇതേ രീതിയിൽ ഉടയ്ക്കത്തില്ല, ഉടച്ച് നമ്മളതങ്ങ് ഇളക്കത്തില്ല, ഉടയാതെ തന്നെ ഇത് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ തക്കാളിയും കൂടെ കൂട്ടി ഞരടി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഇതിങ്ങനെ തക്കാളിയൊക്കെ ഈ കറിക്കകത്ത് പൊങ്ങി കിടക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. വീണ്ടും നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില 3-4 തണ്ട് കറിവേപ്പില ഇട്ടു. ഒന്ന് കൂട്ടി ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് 1 കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട് കേട്ടോ. എരിവും പുളിയും എല്ലാം കൂടെ ബാലൻസ്. അപ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇതേപോലൊരു രസം ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കണം മക്കളെ. ഇനി ഇതിലേക്ക് നമ്മൾ പുളിക്കായിട്ട് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് പുളിവെള്ളം ഒഴിച്ച് നമ്മളിതിലേക്ക് 1/4 ലിറ്റർ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ അളവിനുള്ള ചേരുവകളാണല്ലോ എല്ലാം ചേർത്തിരിക്കുന്നത്. അപ്പോൾ 3/4 ലിറ്റർ വെള്ളം ഒഴിച്ച് ഇത് നമ്മൾ കൂട്ടി ഇളക്കി നമ്മളിനി ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട്, ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്തു. പിന്നെ ഇതിനകത്ത് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നത് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം നിശ്ചലമായിട്ട് കഴിഞ്ഞ് 1/2 ടീസ്പൂൺ കായവും കൂടെ നമ്മൾ വീണ്ടും ചേർത്തു. പിന്നെ ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മളിത് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് കുത്തി തിളയ്ക്കരുത് കേട്ടോ.
തിളയ്ക്കാൻ വെയിറ്റ് ചെയ്ത് ജസ്റ്റ് എല്ലായിടവും തിളച്ച് കഴിയുമ്പോഴേ നമ്മളിത് ഇറക്കണം. ഈ സമയത്ത് നമ്മൾ മല്ലിയില കുറച്ച് കൂടുതലായെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കും. എനിക്ക് ഇച്ചിരി കൂടുതലായെന്ന് തോന്നി. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്ത് നമ്മുടെ ഈ മല്ലിയില, തക്കാളി, നമ്മുടെ ചെറിയ ഉള്ളി എല്ലാം ഇങ്ങനെ പൊങ്ങി തന്നെ നിൽക്കണം. അതാണ് ഈ കറിയുടെ പ്രത്യേകത. അല്ലാതെ ഒത്തിരി നേരം തിളച്ച് വെന്ത് കഴിഞ്ഞതെല്ലാം താഴ്ന്നു പോകും കേട്ടോ. ഇതേ രീതിയിൽ ഒന്ന് തിളച്ച് കഴിയുമ്പം നമ്മൾ കുത്തി മറിഞ്ഞ് തിളയ്ക്കാത്ത രീതിയിൽ നമ്മളിത് ഓഫാക്കണം. എങ്കിലാണ് ഈ കറിയുടെ ടേസ്റ്റിൻ്റെ ഹൈലൈറ്റും ടേസ്റ്റും നല്ല വ്യത്യാസം വരും കേട്ടോ ടേസ്റ്റിന്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നമ്മുടെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുവാണ്. കുത്തി മറിയാതെ ഓഫ് ചെയ്ത് കണ്ടില്ല, എല്ലാം പൊങ്ങി കിടക്കുന്നുണ്ട്. കണ്ടേ, ഇതേ രീതിയിലായിരിക്കണം നമ്മുടെ എന്നിട്ട് നമ്മൾ 2 മിനിറ്റ് ഈ അടപ്പ് വെച്ച് നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ തുറന്ന് നമ്മുടെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുവാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ പൊങ്ങി തന്നെ കിടപ്പുള്ളതല്ല. ഗ്ലാസ് പോലുള്ള രസമല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഗ്ലാസ് പോലുള്ള രസമെന്ന്. അതേ രീതി തന്നെ കണ്ടില്ലേ, ഗ്ലാസ് പോലെ നമുക്ക് ഇവിടെ ഒരിടത്ത് നിന്ന് നോക്കി അപ്പുറം കാണാം. അതേ രീതിയിലുള്ള രസം ഇവിടെ റെഡിയായി മക്കളെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ചെയ്യുക. അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണം. അപ്പം ഓൾ എന്ന ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്തെങ്കിൽ ഞാനത് വീഡിയോസൊക്കെ കിട്ടുകയുള്ളൂ. അപ്പം കണ്ടില്ലേ, ഞാൻ ചോറ് കഴിക്കുകയാണ് ആസ്വദിച്ച്. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.